ആയിരങ്ങൾക്ക് ദർശന സായുജ്യമേകി ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ക്ഷേത്രം മേൽശാന്തിയായി വടക്കാഞ്ചേരി സ്വദേശി മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ പോലീസിന്റെ സഹായത്തോടെ ചെങ്കൽ ഖനനം നടത്താനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. കനത്ത ദുരന്തത്തിന് സാധ്യതയുള്ള ഖനനം മേഖലയിൽ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഗണേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. ഗണേശമംഗലം സ്വദേശി അബ്ദുൽ ഖാദറാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ആയിരങ്ങൾക്ക് ദർശന സായുജ്യമേകി ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ആറാട്ട് വരെ കണ്ണൻ ഇനി സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് എഴുന്നള്ളുക. ഉത്സവത്തിന്റെ 6ാം വിളക്ക് ദിവസമായ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന ശീവേലിയുടെ 4ാം പ്രദക്ഷിണം മുതലാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചത്. ആനത്തറവാട്ടിലെ കാരണവർ ഗജരത്നം പത്മനാഭൻ സ്വർണ്ണക്കോലമേറ്റി. കൊടിക്കൂറകൾ, സൂര്യമറകൾ, വർണ്ണത്തഴകൾ എന്നിവയോടെ രാജകീയ പ്രൗഢിയിൽ ഭഗവാൻ എഴുന്നള്ളിയപ്പോൾ കാത്തുനിന്നിരുന്ന ഭക്തജന സഹസ്രങ്ങൾ നിറകണ്ണുകളോടെ ഹരേകൃഷ്ണ ജപവുമായി നമസ്കരിച്ചു. ലക്ഷണമൊത്ത കൊമ്പന്മാരായ ഗോപികൃഷ്ണനും ജൂനിയർ വിഷ്ണുവും പറ്റാനകളായി ഇടംവലം അണിനിരന്നു. വിശേഷാവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുള്ള സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചതോടെ ക്ഷേത്രത്തിനകം നാരായണനാമത്താൽ മുഖരിതമായി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. സാമൂതിരിയുടെ കാലത്തെ അനുസ്മരിപ്പിച്ച് വകകൊട്ടൽ ചടങ്ങ് നടന്നു. രാത്രിയിൽ വലിയ വിഷ്ണുവാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ താന്ത്രിക കർമ്മങ്ങൾക്കും ദർശനത്തിനും പ്രാധാന്യമേറുന്ന ചടങ്ങുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഗുരുപവനപുരി ഭക്തജനസാഗരത്തിൽ ആറാടും. ബുധനാഴ്ച രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് ഉത്സവ ബലി ചടങ്ങുകൾ ആരംഭിക്കുക. ക്ഷേത്രം തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. 11ഓടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂവുന്ന സമയത്താണ് ഉത്സവബലി ദർശനം. 30 കോടി ദേവന്മാരും ഭഗവത് ദർശനത്തിന് ഈ സമയത്ത് എത്തുമെന്നാണ് സങ്കല്പം. ഈ സമയത്ത് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവബലി ചടങ്ങുകൾ നിർവഹിക്കുക. തന്ത്രിക്ക് പുറമെ തിടമ്പ് കയ്യിലേന്തുന്ന കീഴ്ശാന്തി, വിളക്ക് പിടിക്കുന്ന കഴകക്കാർ, പാണി കൊട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന വൈകിട്ട് 4 വരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധോപവാസത്തിലായിരിക്കും. പക്ഷിമൃഗാദികൾക്ക് കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം. വൈകിട്ട് 12 ഇടങ്ങഴി അരിവെച്ച നിവേദ്യം ഇതിനായി ചെമ്പ് വട്ടകയിലാക്കി മാറ്റിവെച്ചിരിക്കും. ദേശപ്പകർച്ചയാണ് ഉത്സവബലി ദിവസത്തെ മറ്റൊരു സവിശേഷത. പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപ്പകർച്ചയിൽ നൽകുക. മാമ്പഴം, പഴം എന്നിവ കൊണ്ട് തയ്യാറാക്കുന്ന വെന്നിയും മുതിരയും ഇടിച്ചക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്ക്, പപ്പടം, ചെത്തുമാങ്ങ അച്ചാർ എന്നിവ ഈ ദിവസത്തെ പ്രത്യേകതയാണ്. രാത്രി ചോറ്, കാളൻ, ഓലൻ, എലിശ്ശേരി, പച്ചടി, വറുത്തുപ്പേരി, ചെത്തുമാങ്ങ അച്ചാർ, പായസം എന്നിവയോടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകുക. വ്യാഴാഴ്ചയാണ് ഭഗവാന്റെ പള്ളിവേട്ട. പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയ ഭക്തർ പള്ളിവേട്ടയിൽ സംബന്ധിക്കും. പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ പള്ളിക്കുറുപ്പ് കൊള്ളും. വെള്ളിയാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വടക്കാഞ്ചേരി പനങ്ങാട് പള്ളിശ്ശേരി മനക്കൽ മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 46 വയസ്സുള്ള ഇദ്ദേഹം ആദ്യമായാണ് മേൽശാന്തിയാവുന്നത്. ക്ഷേത്രത്തിലെ 12 ദിവസത്തെ ഭജനത്തിന് ശേഷം ഈ മാസം 31 രാത്രി പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. 44 പേരാണ് ഇത്തവണ അപേക്ഷകരായി ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തെരഞ്ഞെടുത്ത 39 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. ദേവസ്വം ഓഫീസിൽ ക്ഷേത്രം വലിയ തന്ത്രി ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 39 പേരും യോഗ്യത നേടി. ഇവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുമ്പത്തിലിട്ട് ഇപ്പോഴത്തെ മേൽശാന്തി പഴയത്ത് സുമേഷ് നമ്പൂതിരി നറുക്കെടുത്തു. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ K. കുഞ്ഞുണ്ണി, അഡ്വക്കേറ്റ് A. സുരേശൻ, മാധ്യമപ്രവർത്തകർ, ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. മധുസൂദനൻ നമ്പൂതിരി 4 വർഷമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിയ്യൂർ ശിവക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ചോറ്റാനിക്കര കാർത്യായനി ക്ഷേത്രത്തിലും മേൽശാന്തിയായിട്ടുണ്ട്. ഗുരുവായൂരിൽ 2ാം തവണയാണ് ഇദ്ദേഹം അപേക്ഷിക്കുന്നത്. പിതാവ് പരേതനായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാവിധികൾ പഠിച്ചത്. പാറമേക്കാവ് ക്ഷേത്രം മേൽശാന്തി മുണ്ടയൂർ ശ്രീധരൻ നമ്പൂതിരിയും ഗുരുവാണ്. മദ്ദള കലാകാരൻ കൂടിയായ മധുസൂദനൻ നമ്പൂതിരി ഗുരുവായൂരിലടക്കമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. വാദ്യരംഗത്ത്
അന്തർജനം. CA വിദ്യാർത്ഥിയായ ശ്രാവൺ, 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ്. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. TCV ന്യൂസ്, ഗുരുവായൂർ. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ പോലീസിന്റെ സഹായത്തോടെ ചെങ്കൽ ഖനനം നടത്താനെത്തിയവരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രവും ലോറികളുമായി ചെങ്കൽ ഖനനത്തിനായി തിങ്കളാഴ്ച രാവിലെ 10ഓടെയാണ് പോലീസുമായി ക്വാറി ഉടമകൾ എത്തിയത്. പരിസരവാസികളുടെ പരാതിയിൽ ഖനനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് അനുകൂല ഉത്തരവ് നേടിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ പോലീസിന്റെ സഹായത്തോടെ ചെങ്കൽ ഖനനം നടത്താനെത്തിയവരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രവും ലോറികളുമായി ചെങ്കൽ ഖനനത്തിനായി തിങ്കളാഴ്ച രാവിലെ 10ഓടെയാണ് പോലീസുമായി ക്വാറി ഉടമകൾ എത്തിയത്. പരിസരവാസികളുടെ പരാതിയിൽ ഖനനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് അനുകൂല ഉത്തരവ് നേടിയത്. മേഖലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളും നാട്ടുകാരും ഉൾപ്പെടുന്ന സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. കുന്നംകുളം CI രാജേഷ് K മേനോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ ആദ്യം അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ മേഖലയിലെ സ്ത്രീകളും കുട്ടികളും ഒന്നടങ്കം സമരത്തിന്റെ മുൻനിരയിലെത്തി. ക്വാറിയുടെ മുൻഭാഗത്ത് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനുള്ള വഴിയിൽ സ്ത്രീകളും കുട്ടികളും ഇരുന്നു. വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്യാനായില്ല. പിന്നീട് തൃശൂരിൽ നിന്ന് കൂടുതൽ വനിതാ പോലീസിനെ എത്തിച്ചാണ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനിടെ ക്വാറി ഉടമകൾ ഖനനം നടത്താതെ തിരിച്ചു പോകാൻ തയ്യാറായതോടെ സമരക്കാർ പിൻവാങ്ങി. മേഖലയിൽ കനത്ത ദുരന്തത്തിന് സാധ്യതയുള്ള ഖനനം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. അറസ്റ്റ് ചെയ്ത സമരക്കാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE സുധീർ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, പ്രതിപക്ഷ നേതാവ് ശിവരാമൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. TCV, കുന്നംകുളം. ഗണേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. ഗണേശമംഗലം സ്വദേശി അറക്കി വീട്ടിൽ 70 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ ഗണേശമംഗലം അശോക തിയേറ്ററിന് മുൻപിലാണ് അപകടം നടന്നത്. കഴിഞ്ഞ 15 വർഷമായി തിയേറ്ററിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കിഴക്കേ അരികിൽ ചായക്കട നടത്തുകയായിരുന്നു അബ്ദുൽ ഖാദർ. കട തുറന്ന ഇയാൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം കടയുടെ മുൻഭാഗം അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. തെക്ക് ഭാഗത്തു നിന്ന് അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ കാർ അബ്ദുൽ ഖാദറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് കാർ ദേശീയപാതയോരത്തെ വൈദ്യുതി പോസ്റ്റും തിയേറ്ററിന്റെ പോസ്റ്റർ ഭാഗവും തകർത്ത് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. ഗുരുതരമായി പരിക്കേറ്റ അബ്ദുൽ ഖാദറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഇടിച്ചു കയറിയ കടയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വലിയകത്ത് റഫീഖിന്റെ കടയാണ് തകർന്നത്. കടയിൽ ഉറങ്ങിക്കിടന്നിരുന്ന റഫീഖിന്റെ മകൻ തൗഫീഖ് അപകടത്തിൽ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു. കടയുടെ ഷട്ടറും ചുമരും തകർന്നു വീണാണ് തൗഫീഖിന് പരിക്കേറ്റത്. കോട്ടയം സ്വദേശികളായ 4 സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. കാർ യാത്രികർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കാറിൽ നിന്ന് 10ഓളം മദ്യക്കുപ്പികൾ വാടാനപ്പള്ളി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വഴിയോര കച്ചവട യൂണിയൻ CITU അംഗമാണ് മരിച്ച അബ്ദുൽ ഖാദർ. പോർക്കുളം പഞ്ചായത്തിലെ ജലസമൃദ്ധിയുള്ള ആനക്കുണ്ട് തടാകം ഉപയോഗപ്രദമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വരൾച്ച രൂക്ഷമായതോടെയാണ് ആനക്കുണ്ട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പദ്ധതികളും ശുദ്ധജല വിതരണ പദ്ധതികളും ആരംഭിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായത്. പഞ്ചായത്തിലെ പുല്ലാനിച്ചാൽ, നമ്പ്രക്കടവ്, മാളൂർക്കടവ്, മുതുവമ്മൽത്താഴം തുടങ്ങി ആയിരക്കണക്കിന് ഏക്കറോളമുള്ള പാടശേഖരങ്ങൾക്ക് നടുവിലാണ് 67 ഏക്കർ വിസ്തൃതിയുള്ള ആനക്കുണ്ട് തടാകം. 4 ലക്ഷത്തോളം പേർക്ക് നേരിട്ട് കുടിവെള്ളം ലഭ്യമാക്കുവാൻ തടാകത്തിനാകും. ഏത് വേനലിലും തടാകം വറ്റാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കായലിന് ചുറ്റുമായി കിടക്കുന്ന 1000ഓളം ഏക്കർ പുഞ്ചകൃഷിക്ക് ഇവിടെ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. വെള്ളം കിട്ടാതെ നെട്ടോട്ടമോടുന്ന നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരമാണ് തടാകം മുൻനിർത്തിയുള്ള ജലവിതരണ പദ്ധതി. തടാകത്തിന് സമീപത്തുള്ള മാളൂർ കടവിൽ പോലും ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. അതിനാൽ ജലസമൃദ്ധിയുള്ള ആനക്കുണ്ട് കേന്ദ്രമാക്കി ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും പദ്ധതികൾ ആരംഭിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം നഗരസഭയ്ക്ക് പുറമെ പോർക്കുളം, കാട്ടക്കമ്പൽ പഞ്ചായത്തിലേക്കും വെള്ളം നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊച്ചിൻ ബിനാലയുടെ ഭാഗമായി ആർട്ട് ബൈ ചിൽഡ്രൻ സംഘടിപ്പിച്ച ത്രിദിന നാടക കലാ പരിശീലനം സമാപിച്ചു. മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കുന്നതിന് എല്ലാ വിദ്യാലയങ്ങളിലും ടാലന്റ് ലാബുകൾ ആരംഭിക്കുവാൻ ബജറ്റിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ 2 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. PTA പ്രസിഡന്റ് MR ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ K രാജൻ, ഫാക്കൽറ്റി ചീഫ് മനു ജോസ്, പ്രിയ രഞ്ജിനി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ
സംസാരിച്ചു. ഇടവേള. വാർത്തയിലേക്ക്. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യ സന്ദേശ യാത്രയ്ക്ക് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങിന് മുന്നോടിയായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിന്റെയും തെയ്യം കലാരൂപത്തിന്റെയും അകമ്പടിയോടെ ആരോഗ്യ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന സെമിനാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് AK ടോണി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബുഷറ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ, ഹെൽത്ത് സൂപ്പർവൈസർ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുനർജനി ജീവജ്വാല കലാസംഘത്തിന്റെയും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. രോഗം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന വേലൂർ വേളത്ത് അനന്തനും കുടുംബത്തിനും TCB വാർത്ത തുണയാകുന്നു. അനന്തന്റെ ദയനീയ സ്ഥിതി TCBയിലൂടെ കണ്ടറിഞ്ഞ ഉദാരമതികൾ സഹായഹസ്തങ്ങളുമായി എത്തുന്നുണ്ട്. ജനനത്തിൽ തന്നെ ഹൃദയത്തിന് തകരാറുള്ള മകൻ അഭിജിത്തിന്റെ ചികിത്സാ ചെലവിനും ഉപജീവനത്തിനുമായി ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന അനന്തനെ 6 വർഷം മുൻപാണ് വിധി വേട്ടയാടിയത്. വീടിന് സമീപത്തു നിന്ന് പാമ്പ് കടിയേറ്റ അനന്തന്റെ ഹൃദയത്തിനും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും വിഷബാധയേറ്റു. ഇതേ തുടർന്ന് അനന്തൻ കിടപ്പിലായി. അനന്തനും കുടുംബവും നാട്ടുകാരിൽ നിന്ന് വല്ലപ്പോഴും ലഭിക്കുന്ന സഹായങ്ങൾ കൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത്. ഒന്നുമില്ല, സ്വന്തം വീടും സ്ഥലമൊന്നുമില്ല, എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആധാരം പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തിൻ്റെ, അതിപ്പോൾ ജപ്തി കള്ളാസ് വന്നു. പിന്നെ എൻ്റെ മോന് ഹാർട്ടിന് അസുഖമുള്ളതാണ്, ചിത്രയിലാണ് ചികിത്സ. അവന് സർജറി ചെയ്യാൻ ആരോഗ്യം കുറവായതുകൊണ്ട് തൂക്കില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. കുടുംബത്തിന്റെ ദുരിതപൂർണമായ അവസ്ഥ TCB റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് അനന്തനും കുടുംബത്തിനും സഹായങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. സന്മനസ്സുള്ള വ്യക്തികൾ നൽകിയ സഹായധനം TCB ലേഖകൻ റഷീദ് എരുമപ്പെട്ടി, ദിനേശ് വെള്ളാറ്റഞ്ഞൂർ എന്നിവർ ചേർന്ന് അനന്തന് കൈമാറി. പഴഞ്ഞി സ്വദേശി സത്യൻ സംഗീത, CPI വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS അബ്ദുൽ റസാഖ് എന്നിവരും ധനസഹായം കൈമാറി. പഞ്ചായത്ത് അംഗം ഡെയ്സി ഡേവിസ്, സഹായനിധി ഭാരവാഹികളായ രവീന്ദ്രൻ വട്ടംപറമ്പിൽ, സന്തോഷ് ചിറ്റിലപ്പള്ളി, ചന്ദ്രൻ ഗ്രിഡ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുടിവെള്ള കിണറില്ലാത്ത അംഗൻവാടിക്ക് വ്യവസായി കിണർ നിർമ്മിച്ച് നൽകി. പൊന്നിയൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ 44 നമ്പർ അംഗൻവാടിക്കാണ് പ്രമുഖ വ്യവസായിയായ തടാകം കുഞ്ഞി മുഹമ്മദ് കിണർ നിർമ്മിച്ച് നൽകിയത്. പുതിയ കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തിക്കുന്ന അംഗൻവാടിക്ക് കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിരുന്നില്ല. പെരിങ്ങാട് അയ്യപ്പൻകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം മഹോത്സവം ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. പഞ്ചവാദ്യത്തിന് ശങ്കരപുരം പ്രകാശൻ മാരാരും സംഘവും, മേളത്തിന് ഗുരുവായൂർ വിമൽകുമാറും സംഘവും നേതൃത്വം നൽകി. വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാവടി എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. റോഡും പൊതുകിണറിന്റെ ഭാഗവും സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി പരാതിയിൽ പറയുന്നു. റോഡരികിലെ പൊതുകിണറിനോടനുബന്ധിച്ചുള്ള സ്ഥലം കയ്യേറിയതിനാൽ ജനങ്ങൾക്ക് കിണർ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നും കയ്യേറ്റം കണ്ടെത്തുന്നതിനായി ബന്ധപ്പെട്ട അധികൃതർ ഇവിടെയെത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. പൊങ്കോത്ര ALP സ്കൂളിൽ നടന്ന ബാലോത്സവം മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ കാട്ടിക്കുളം ഭരതൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി സജീവൻ, പ്രധാനാധ്യാപിക K ഭാനുമതി എന്നിവർ സംസാരിച്ചു. മേഖലയിലെ 5 വയസ്സിന് താഴെയുള്ള 50ഓളം കുട്ടികൾ ബാലോത്സവത്തിൽ പങ്കെടുത്തു. തൊഴിലുടമ നടത്തുന്ന ചൂഷണത്തിന്റെ തോത് മനസ്സിലാക്കാനും അക്കാര്യം തൊഴിലാളികളെ ബോധ്യപ്പെടുത്താനുമുള്ള കഴിവാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ. CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ CO പൗലോസ് അനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ മികവ് പുലർത്തിയ നേതാവായിരുന്നു CO പൗലോസ് മാസ്റ്റർ. അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്നും ആനത്തലവട്ടം പറഞ്ഞു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, നാട്ടിക ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MA ഹാരിസ് ബാബു, KA വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. CPMൽ ചേർന്ന പ്രവർത്തകർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. നേരത്തെ കോതകുളത്ത് നിന്ന് വലപ്പാട് ചന്തപ്പടിയിലേക്ക് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
കൊടകരയ്ക്കും നെല്ലായിക്കും ഇടയിലുള്ള കൊളത്തൂരിൽ സർവീസ് റോഡുകളുടെ നിർമ്മാണം വൈകുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കുന്ന കാര്യം അധികൃതർ മറന്ന മട്ടാണ്. കൊടകര പറപ്പുക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഉളുമ്പത്തുകുന്ന്, കൊളത്തൂർ എന്നിവിടങ്ങളിലാണ് ഇനിയും സർവീസ് റോഡുകൾ ഇല്ലാത്തത്. ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ സെന്റർ വരെയുള്ള 1 കിലോമീറ്ററിൽ ഏറെ ദൂരത്തിലാണ് ഇരുവശത്തും സർവീസ് റോഡുകൾ നിർമ്മിക്കാനുള്ളത്. റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്ത് പ്രധാന പാതയ്ക്ക് ഇരുവശത്തുമായി കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ സൈഡ് റോഡുകൾ നിർമ്മിച്ചാൽ കാൽനടക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും. മറ്റെല്ലാ ഭാഗത്തും സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടും ഉളുമ്പത്തുകുന്ന്, കൊളത്തൂർ ഭാഗങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം നടക്കാത്തത് നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. വർഗീയതയ്ക്കും അസഹിഷ്ണുതയ്ക്കുമെതിരെ CPI നെന്മണിക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സ്മൃതിയാത്ര സംഘടിപ്പിച്ചു. കെ രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണങ്ങൾക്ക് ശേഷം പാഴായിയിൽ യാത്ര സമാപിച്ചു. സമാപന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. VS പ്രിൻസ്, KM ചന്ദ്രൻ, PG മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര മോനുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു. 6 കാവടി സെറ്റുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. വിവിധ ദേശങ്ങളിൽ നിന്ന് പൂരം എഴുന്നള്ളിപ്പുമുണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും പെരുവനം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. അന്തിക്കാട് കോൾപ്പടവിലെ പുള്ള്, ചോലമുറി, കിട എന്നിവിടങ്ങളിൽ കൊയ്ത്ത് വൈകിയതോടെ നെല്ല് മുളവന്ന് നശിക്കുന്നു. നെല്ലെടുക്കുന്ന കമ്പനിക്കാർ കരുതിക്കൂട്ടി കൊയ്ത്ത് വൈകിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത വേനൽ മഴയിൽ നെൽച്ചെടികളെല്ലാം നിലംപൊത്തി മുളപൊട്ടുകയായിരുന്നു. പടവിലെ 10 ഏക്കറിലധികം നെൽകൃഷി ഇത്തരത്തിൽ മുളവന്ന് നശിച്ചിട്ടുണ്ട്. നെല്ല് മുളവന്നതോടെ പടവിലെ കർഷകർ ഏറെ ആശങ്കയിലാണ്. ഇനി കൊയ്തെടുക്കുന്ന നെല്ലിൽ നിന്ന് മുളവന്നതിന്റെ പേരിൽ തൂക്കത്തിൽ കിഴിവ് എടുക്കുമെന്നും കർഷകർ പറയുന്നു. വരവൂർ പഞ്ചായത്തിലെ 14-ാം വാർഡ് പള്ളിപ്പാടം ദാരുപടിയിൽ നടന്നിരുന്ന റോഡ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. റോഡിന്റെ ഇരുവശങ്ങളിലും ഭിത്തി കെട്ടാതെയാണ് നിർമ്മാണം നടത്തുന്നതെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ തടഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 3 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ദാരുപടി കോഴിക്കുന്ന് കോളനി റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. കോഴിക്കുന്ന് കോളനി റോഡിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ഭാഗം ഇരുവശങ്ങൾ കെട്ടിയും ഗ്രാമപഞ്ചായത്തിന്റേത് വശങ്ങൾ കെട്ടാതെയുമാണ് നിർമ്മിക്കുന്നത്. റോഡിന്റെ ആരംഭത്തിൽ നിൽക്കുന്ന വലിയ പാറ നീക്കം ചെയ്യാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വലിയ പാറ നീക്കം ചെയ്യാതെ റോഡ് നിർമ്മാണം നടത്തിയാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ സംയുക്തമായി കോഴിക്കുന്ന് കോളനിവാസികളുടെ യാത്രാ ദുരിതം മാറ്റിത്തരണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേള. വാർത്തയിലേക്ക്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പഴഞ്ഞി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും പെരുമ്പിലാവ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച ആരോഗ്യ സന്ദേശയാത്ര DYSP P. വിശ്വംഭരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പെരുമ്പിലാവിൽ നടന്ന യോഗം ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, നഴ്സിംഗ് സ്റ്റുഡൻസ്, ആശാപ്രവർത്തകർ തുടങ്ങി 100ഓളം പേർ റാലിയിൽ അണിനിരന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരുമ്പിലാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുമ ഗംഗാധരൻ അധ്യക്ഷയായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീധരൻ കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ്ബ് പഞ്ചായത്ത് തല പ്രസിഡന്റ് ES അബ്ദുൽ റഹീം, PM ജോണി, CN കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS സുധ അധ്യക്ഷയായിരുന്നു. PD ദേവസ്വം MLA മുഖ്യ അതിഥിയായി. താളവാദി കലാകാരൻ PK സുനിൽകുമാർ, പ്രധാനാധ്യാപകൻ PS സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി TP ത്രേസ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിത പ്രവാസി കൂരിക്കുഴി 18 മുറി വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നടത്തി. സമസ്ത കേന്ദ്ര മുശാവറ അംഗം SMK തങ്ങൾ തറക്കല്ലിടൽ നിർവഹിച്ചു. കൂട്ടായ്മ ചെയർമാൻ TK ഉബൈദു അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK അഫ്സൽ, ലീഗ് നിയോജകമണ്ഡലം ട്രഷറർ PK മുഹമ്മദ് അലി, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പുത്തൻകുളം സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു.
വീട് വൈദ്യുതീകരിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ വിഷമിച്ച അയ്യപ്പന്റെ വീട്ടിൽ സൗജന്യമായി വെളിച്ചമെത്തിച്ച് കോടാലി SYS യൂണിറ്റ് പ്രവർത്തകർ മാതൃകയായി. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി പള്ളിക്കുന്നിലുള്ള ബധിരനും മൂകനുമായ അയ്യപ്പന്റെ വീടിനാണ് SYS പ്രവർത്തകർ പണം സമാഹരിച്ച് സൗജന്യമായി വയറിംഗ് നടത്തി കണക്ഷൻ ലഭ്യമാക്കിയത്. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദശമംഗലം സ്വിച്ച് ഓൺ നിർവഹിച്ചു. SYS കോടാലി യൂണിറ്റ് പ്രസിഡന്റ് സലാം തെരുവിൽ അധ്യക്ഷനായി. കോടാലി മഹൽ ഖത്തീബ് അബൂബക്കർ ഫൈസി, KPMS ജില്ലാ കമ്മിറ്റി അംഗം PC വേലായുധൻ, കോടാലി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് VK കാസിം തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ചുങ്കം സെന്ററിലെ റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. അമിതഭാരം കയറ്റിവരുന്ന ടോറസ് ടിപ്പർ ലോറികളുടെ നിരന്തര സഞ്ചാരമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. വേലൂർ ചുങ്കം പുലിയന്നൂർ റോഡാണ് കുണ്ടും കുഴികളും രൂപപ്പെട്ട സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. പ്രദേശത്തെ മെറ്റൽ ക്രഷറുകളിലേക്ക് 150ഓളം ടിപ്പർ ലോറികളാണ് ഇതുവഴി ദിവസവും കടന്നു പോകുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള എളുപ്പമാർഗം കൂടിയായ വേലൂർ ചുങ്കം റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്നു കിടക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കീഴിൽ 4.25 കിലോമീറ്റർ ദൂരമാണ് വേലൂർ ചുങ്കം പുലിയന്നൂർ റോഡിനുള്ളത്. അമിതഭാരം കയറ്റിയുള്ള ടിപ്പർ ലോറികളുടെ സഞ്ചാരം നിയന്ത്രിക്കണമെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും നാട്ടുകാർ അധികൃതരോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപണമുണ്ട്. പൊയ്യ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനദ്രോഹ നടപടികൾ നടപ്പാക്കുകയാണെന്നും പൊയ്യ ഗ്രാമപഞ്ചായത്തിന് കെടുകാര്യസ്ഥതയാണെന്നും ആരോപിച്ചാണ് ഉപവാസം നടത്തിയത്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CD തോമസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MP സുരേഷ് അധ്യക്ഷത വഹിച്ചു. വക്കച്ചൻ അമ്പൂക്കൻ, C ആന്റണി, KM പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന വിധവയെ അകാരണമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി പരാതി. തിരിച്ചെടുക്കാമെന്ന ഉറപ്പ് അധികൃതർ പാലിച്ചില്ലെന്നും ആക്ഷേപം. പോർക്കുളം സ്വദേശിയായ വടക്കൻ വീട്ടിൽ KC കുഞ്ഞുമോളാണ് പരാതിക്കാരി. 5 വർഷം മുൻപാണ് കുഞ്ഞുമോൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചത്. പകൽ സമയത്തെ സുരക്ഷാ ചുമതലയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1 വർഷം പിന്നിട്ടപ്പോൾ രാത്രികാലങ്ങളിൽ ജോലിക്ക് ആളില്ലാത്തതിനാൽ പകൽ സമയത്തും രാത്രികാലങ്ങളിലും ഇവർക്ക് ജോലി ചെയ്യേണ്ടതായി വന്നു. എന്നാൽ കഴിഞ്ഞ നവംബർ 15-ന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. രാത്രികാലങ്ങളിൽ സ്ത്രീകളെ സുരക്ഷാ ജീവനക്കാരായി നിർത്തേണ്ടെന്ന HMC യോഗത്തിലെ തീരുമാനത്തെ തുടർന്നാണ് നടപടിയെന്നാണ് വിശദീകരണം. എന്നാൽ ഇവർ പകൽ സമയത്തെ സുരക്ഷാ ജീവനക്കാരിയായാണ് ജോലിയിൽ പ്രവേശിച്ചതെന്നും അതിനാൽ ജോലിയിൽ ഇനിയും തുടരാൻ അനുവദിക്കണമെന്നും അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. 5 വർഷമായി ഞാൻ കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് മിലിറ്ററി ആൾക്കാരെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ അവിടെ കയറ്റി. ആള് അവിടെ ഉണ്ട്. അവരെ എടുത്തപ്പോൾ എന്നെ വിട്ടു. സെക്യൂരിറ്റി പെണ്ണുങ്ങൾ വേണ്ട രാത്രിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സുരക്ഷാ ജീവനക്കാരനായി പുതിയൊരാളെ അധികൃതർ നിയമിച്ചു കഴിഞ്ഞു. തിരിച്ചെടുക്കാമെന്ന് പലതവണ അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഇത്രയും കാലം കുഞ്ഞിമോൾ കാത്തിരുന്നതെന്ന് പറയുന്നു. ആശുപത്രി സൂപ്രണ്ട്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ എന്നിവരുൾപ്പെടെയുള്ളവരോട് പരാതികൾ ബോധിപ്പിച്ചപ്പോൾ HMC യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നായിരുന്നു മറുപടി. എന്നാൽ പിരിച്ചുവിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരായി വിമുക്ത ഭടന്മാരെ നിയമിക്കാനുള്ള HMCയുടെ തീരുമാനത്തെ തുടർന്നാണ് കുഞ്ഞിമോളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. TCV കുന്നംകുളം. റേഷൻ മുൻഗണനാ ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി. TCC ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് AS ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വർഗീസ് പുത്തനങ്ങാടി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ധീരജ് തേറാട്ടിൽ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിരൺ ഒറ്റാലി എന്നിവർ സംസാരിച്ചു. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. ചാഴൂർ 3-ാം വാർഡിൽ ഇരട്ടപ്പാലത്തിന് സമീപം തെടുപുരയ്ക്കൽ കബീറിന്റെ ആടുകളെയാണ് കൂട് പൊളിച്ച് തെരുവ് നായ്ക്കൾ ആക്രമിച്ച് കടിച്ചു കൊന്നത്. ആടുകളുടെ കഴുത്തിലും വയറിലും കടിച്ച് പൊളിച്ച പാടുകളുണ്ട്. മുൻപും സമാന രീതിയിൽ നായയുടെ ആക്രമണത്തിൽ 10ഓളം ആടുകൾ ചത്തിരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണം നാട്ടുകാരിൽ ഭീതി പടർത്തുമ്പോഴും ചാഴൂർ പഞ്ചായത്ത് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. എങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിൽ സംഘടിപ്പിച്ച സൗജന്യ പ്രമേഹരോഗ തൈറോയിഡ് രോഗനിർണയ ക്യാമ്പ് ഡോക്ടർ സുനിൽ K മേനോൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലഘുലേഖകളും വിതരണം ചെയ്തു. പരിപാടികൾക്ക് സിസ്റ്റർ ഫ്ലോറൻസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ചെറുപുഷ്പം തുടങ്ങിയവർ നേതൃത്വം നൽകി. 100ഓളം പേർ സൗജന്യ ക്യാമ്പിൽ പങ്കെടുത്തു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ അന്തിക്കാട്, KB രാജീവ്, ഗൗരി ബാബു, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശിവജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അടാട്ട് സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് നടത്തി. ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് അംഗം P. രാജേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലൈസ ബിജോ, ഡോക്ടർ നിതീഷ് കടവത്ത് എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബിജി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷജിത സുനിൽ, MR ഗോപി, PF ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. 150 ഗ്രൂപ്പുകൾക്ക് 76 കോഴികളെ വീതമാണ് നൽകിയത്. മുല്ലശ്ശേരി താണവീതി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ഉത്രമഹോത്സവം ഭക്തിസന്ധരമായി. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി അനീഷ് പറവൂർ കാർമ്മികനായി. പൂരം എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. പാറമേക്കാവ് പത്മനാഭൻ തിടമ്പേറ്റി. തിരുവല്ലാമല ഹരിയും സംഘവും മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. കടങ്ങോട് മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ബാലോത്സവം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. OSA വൈസ് ചെയർമാൻ TP പ്രസാദ് അധ്യക്ഷനായി. PTA വൈസ് ചെയർപേഴ്സൺ ശുഭ ഉണ്ണിക്കുട്ടൻ, MPTA പ്രസിഡന്റ് ശകുന്തള തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കാട്ടുകരയിലെ കുളത്തിൽ കണ്ടെത്തിയെന്ന് പറയുന്ന ഭീമൻ പെരുമ്പാമ്പിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. മുക്കാട്ടുകര ബദ്ലഹം ആശ്രമത്തിന് സമീപത്തെ കുളക്കരയിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. വനംവകുപ്പിനെ വിവരം അറിയിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. സെൻസസ് എടുക്കാൻ വീട്ടിലെത്തിയ സ്ത്രീയെ വളർത്തുനായ ആക്രമിച്ചു. പെരിങ്ങോട്ടുകര പൈനൂർ സ്വദേശി വേളു വീട്ടിൽ രാമകൃഷ്ണന്റെ ഭാര്യ ദേവയാനിയെയാണ് നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ ദേവയാനിയുടെ ഇടത് ചെവിയുടെ അടിഭാഗം അടർന്നുപോയി. പരിക്കേറ്റ ദേവയാനി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വടക്കേക്കാട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പകർച്ചവ്യാധികൾ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KR വികാസ്, ഷേളി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ദേശീയപാതയിൽ കാറിൽ തട്ടി വീണ സ്കൂട്ടറിൽ ബസ് കയറി സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ ഞെള്ളൂർ സ്വദേശി നെല്ലങ്കര മോഹനനാണ് പരിക്കേറ്റത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. സർവീസ് റോഡിലൂടെ ദിശ തെറ്റി വന്ന സ്കൂട്ടർ എതിരെ വന്ന കാറിന്റെ കണ്ണാടിയിൽ തട്ടി റോഡിൽ മറിഞ്ഞു വീണു. കാറിന് പിറകെ വന്ന KSRTC ബസ് സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. നിസ്സാര പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ കളിയാക്കിയെന്നാരോപിച്ച് ചോദ്യം ചെയ്യാനെത്തിയ യുവാവിന് മർദ്ദനമേറ്റു. മേത്തല പറമ്പിക്കുളങ്ങര നാളിയാട്ട് കാവുങ്ങൽ രാഹുലിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടാക്കുളത്തുള്ള കോഴിക്കടയിൽ കോഴിയിറച്ചി വാങ്ങുവാനായി അച്ഛനോടൊപ്പം വന്ന രാഹുലിന്റെ സഹോദരിയെ കടയിലെ ജീവനക്കാരനായ അസം സ്വദേശികൾ കളിയാക്കിയെന്നാണ് ആരോപണം. ഇത് ചോദ്യം ചെയ്യാനെത്തിയ രാഹുലിനെ അതുവഴി ബൈക്കിലെത്തിയവർ മർദ്ദിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് തുടക്കം കുറിച്ച് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി ക്ഷേത്രത്തിലും തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറി. തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രം ജീവനക്കാരും ഭക്തജനങ്ങളും ചേർന്നാണ് കൊടിയേറ്റം നടത്തിയത്. ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, പ്രസിഡന്റ് മുല്ലനേഴി ശിവദാസൻ നമ്പൂതിരി, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ കലാഭവൻ മണി അനുസ്മരണം നടത്തി. സൗത്ത് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ വിൽസൺ പാണട്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു. ഓർമ്മ സംഘടനാ പ്രസിഡന്റ് VM അയ്യപ്പദാസ്, സെക്രട്ടറി തോമസ് മനക്കലാൻ, വാർഡ് കൗൺസിലർ BJ ജോജി എന്നിവർ സംസാരിച്ചു. മണിയുടെ ഗാനങ്ങളും വിവിധ കലാകാരന്മാർ ആലപിച്ചു. പുതുക്കാട് മേഖലയിൽ പകൽ സമയങ്ങളിൽ കറണ്ട് പോകുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ചൊവ്വാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുന്നു. കറണ്ട് പോകുന്നത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLAയ്ക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കടകൾ അടച്ചിടുന്നതെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരികൾ പുതുക്കാട് നിന്ന് അമ്പല്ലൂർ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് ചൊവ്വാഴ്ച പ്രകടനവും ധർണയും നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ആയിരങ്ങൾക്ക് ദർശന സായുജ്യമേകി ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. ക്ഷേത്ര മേൽശാന്തിയായി വടക്കാഞ്ചേരി സ്വദേശി മധുസൂദനൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു.
പെരുമ്പില വാൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ പോലീസിന്റെ സഹായത്തോടെ ചെങ്കൽ ഖനനം നടത്താനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. കനത്ത ദുരന്തത്തിന് സാധ്യതയുള്ള ഖനനം മേഖലയിൽ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഗണേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. ഗണേശമംഗലം സ്വദേശി അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.